കാലം കഴിയും, ഈ ലോകമഴിയും, കാണാതെല്ലാം മാറിപ്പോയിടും. കർത്താവിൻ യുഗം വെളിപ്പെടുമ്പോൾ കാണും തിരുമുഖം നിത്യമായി. കാലം കഴിയും, ഈ ലോകമഴിയും, കാണാതെല്ലാം മാറിപ്പോയിടും. കർത്താവിൻ യുഗം വെളിപ്പെടുമ്പോൾ കാണും തിരുമുഖം നിത്യമായി. അവൻ കർത്താവേ ദൈവം വരണേ, അവൻ കർത്താവേ രാജ്യം വരണേ, അവൻ കർത്താവേ ദൈവം വരണേ, അവൻ കർത്താവേ രാജ്യം വരണേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 35 സങ്കീർത്തനം 22 വാക്യം. യഹോവേ, നീ കണ്ടുവല്ലോ, മൗനമായിരിക്കരുതേ. കർത്താവെ, എന്നോട് അകന്നിരിക്കരുതേ. താൻ സഹിക്കുന്ന എല്ലാ അനീതികളും കഷ്ടപ്പാടുകളും ദൈവം അറിയുന്നു എന്ന ദാവീദിൻ്റെ വിശ്വാസത്തെ ഈ വാക്യം വെളിപ്പെടുത്തുന്നു. നീതിമാനായ ദൈവം എല്ലാ തെറ്റുകളും വേദനകളും കാണുന്നുവെന്ന് അറിയുന്നത് വിശ്വാസിക്ക് ഒരു ആശ്വാസമാണ്. ദൈവം നിശബ്ദനായിരിക്കരുതെന്ന ദാവീദിൻ്റെ അപേക്ഷ ദൈവിക ഇടപെടലിനുള്ള അവൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ദൈവം തനിക്ക് വേണ്ടി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ദാവീദ് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കുന്നു. അനീതിയുടെ മുഖം ദൈവപ്രവൃത്തി വൈകിയാലും ദൈവത്തിൻ്റെ സമയത്തിൽ വിശ്വസിക്കുക. പ്രിയ സ്നേഹിതരെ, പോരാട്ടങ്ങളിൽ ദൈവം എല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്നുവെന്ന് ഓർക്കുകയും ദൈവിക ഇടപെടലിനായി ധൈര്യത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുക. പ്രതികൂല സാഹചര്യങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യവും ആശ്വാസവും നമുക്ക് ലഭിക്കും. ദൈവം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ക്ഷമയും അവൻ്റെ പൂർണ്ണമായ സമയത്തിൽ ആശ്രയിക്കുകയും അവൻ നീതി നടപ്പാക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുക. പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രതിസന്ധികളിൽ നിൻ്റെ പ്രവൃത്തിക്കായി ക്ഷമയോടെ കാത്തിരിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.